ഷൂട്ട് ജേഴ്സി നമ്പർ 4 റിസ്വാൻ, 9 റാഷിദ്. റിസ്വാനും റാഷിദും സബാഹും. ഷൂട്ടാണ്. ക്യാമറമാൻ നേരെ പോസ്റ്റിലേക്കായിരിക്കും. കണ്ടോ ക്യാമറ വെരി ഗുഡ് ഷോട്ട്. ജേഴ്സി നമ്പർ 9 അടിപൊളി ഷൂട്ടേഴ്സ് പഠന നാഷണൽ ഷൂട്ടേഴ്സ് പഠനയുടെ സെന്റർ ഫോർവേഡ് താരം റാഷിദിന്റെ ഒരു കിടലം ഗോളോടുകൂടി കളിയുടെ 16-ാം മിനിറ്റിൽ അവസാന നിമിഷം ഗോള. ഓഫ്സൈഡ് 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 ഓഫ്സൈഡ്. തർക്കം 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 ഓഫാണോ അല്ലേ എന്നുള്ള തർക്കം. അങ്ങനെ റഫറി വിസിലുതി കളി ആരംഭിച്ചു. പത്താം നമ്പർ ജേഴ്സി സബാ. അങ്ങനെ ഗ്രൗണ്ടിൻ്റെ ഇടത് ഭാഗത്ത് നാഷണൽ ഷൂട്ടേഴ്സ് പഠനയും ഇടത് നെറ്റ് പോയാ കിട്ടിയാ ഇനി മഴയുമ്പോഴല്ല നടന്നോട്ടെ. കോളെന്ന പണിട്ടു. ഷഹീർ ജേഴ്സി നമ്പർ 8 സെൻട്രൽ താരം പുറത്തേക്ക്. ഗോൾ കീപ്പർ നീങ്ങാൻ. നാഷണൽ ഷൂട്ടേഴ്സ് പഠനയുടെ ഗോൾ കീപ്പർ 10 ഷഫീഖ് 8. വീണ്ടും ഷഹീറിന്റെ മുന്നേറ്റം. അവിടെ ഗോൾ കീപ്പർ ഡിങ്കൻ. സെൻറ്റർ ഫോർ ഷഹീർ മോട്രിച്ച് സ്റ്റോഡിയം. നാഷണൽ ഒരു ഫ്രീ കിക്ക് ആരടിക്കും. വെട്ടുന്നവർ പുറത്തേക്ക്. നാഷണൽ ഷൂട്ടർ പഠനയ്ക്ക് വേണ്ടി ഗോൾ കീപ്പർ ഡിങ്കൻ. വിളിച്ചാൽ കഴിഞ്ഞില്ല. 30 rupees. അങ്ങനെ 10 നമ്പർ സബാ ഷൂട്ട്. അടിപൊളി ഷൂട്ടാണ് കേരളയിലേക്ക്. ഗോൾ കീപ്പർ ഹസ്ഫ. എക്കോ ജേഴ്സി നമ്പർ 2 ഷഫീഖ്. അവിടെ 10. ഗോൾ കീപ്പർ റാഷിദ്. അവിടെ സ്റ്റോപ്പർ ദിമോ ഔട്ട്. ജേഴ്സി നമ്പർ 4 റിസ്വാൻ, 9 റാഷിദ്. റിസ്വാനും റാഷിദും സബാഹും. ഷൂട്ടാണ്. ക്യാമറമാൻ നേരെ പോസ്റ്റിലേക്കായിരിക്കും. കണ്ടോ ക്യാമറ വെരി ഗുഡ് ഷോട്ട്. ജേഴ്സി നമ്പർ 9 അടിപൊളി ഷൂട്ടേഴ്സ് പഠന നാഷണൽ ഷൂട്ടേഴ്സ് പഠനയുടെ സെന്റർ ഫോർവേഡ് താരം റാഷിദിന്റെ ഒരു കിടലം ഗോളോടുകൂടി കളിയുടെ 16-ാം മിനിറ്റിൽ. ഇനി 14 മിനിറ്റ്. ഇനി കളി വീണ്ടും ഷൂട്ടേഴ്സ് പഠനയുടെ മുന്നേറ്റം. നാഷണൽ ഷൂട്ടേഴ്സ് പഠന വീണ്ടും ഓഫ്. മൂസ അങ്ങനെ ഗോൾ അടിച്ചുടനെ തന്നെ നമ്മളെ മൂസ KP 30 rupees ജീപ. താങ്ക് യു സോ മച്ച് മൂസാക്ക, താങ്ക്സ്. അങ്ങനെ 19 ജേഴ്സി മോട്രിച്ച് വീണ്ടും മനോഹരമായ മോട്രിച്ചിന്. അവിടെ 10 സബാഹിന്റെ മുന്നിൽ വിദേശ താരം സബാൻ ഷൂട്ട്. അടിപൊളി കിക്ക് പുറത്ത്. എട്ടാം നമ്പർ ജേഴ്സി സാഹിറിന്റെ ഷൂട്ട് ഗാലറിയും കടന്ന് പുറത്തേക്ക്. പ്രേക്ഷകരെ അഖിലേന്ത്യാ സബൻസ് ഫുട്ബോൾ ടൂർണമെന്റ് കൂരിയാട് ടോർണി കപ്പ് ജേഴ്സി സഹീർ
സെൻട്രൽ ഫോർവേഡ് താരം സഹീർ അൽ മദീന ചെറുപ്പുളശ്ശേരി. ഒരു ഷോട്ട് നേരെ ഔട്ട്. നെക്സ്റ്റൽ ഷൂട്ടേഴ്സ് പടന. ഗാലറിയും കടന്ന് പുറത്തേക്ക്. വളരെ പ്രധാനമാണ് നമ്മളെ മുന്നോട്ടുള്ള ഗമനത്തിന്. അതുകൊണ്ട് വളരെ അത്യാവശ്യം. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇന്ന് ഷെയർ ചെയ്യൂ. ഇനി അരമണിക്കൂറുണ്ട്. അൽ മദീന ചെറുപ്പുളശ്ശേരി ഗോളിന് പിന്നിലാണ്. മടക്കും അൽ മദീന. അതാ വീണ്ടും മടിക്കുമോ നാഷണൽ ഷൂട്ടേഴ്സ് പടന. അങ്ങനെ ഗോൾ കീപ്പർ ഡിങ്ക. അവിടെ സ്റ്റോപ്പർ ദിമോ ഷൂട്ട് സബാഹിലേക്ക്. ചെസ്റ്റ് കൊണ്ട് ഷഫീഖ്. അവിടെ സഹീദ്. ഹാഫ് ടൈം. അത് വിളിച്ചു. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്ന മറ്റൊരു അറിയിപ്പുണ്ടാകല്ലേ മതി. അങ്ങനെ കളി ആരംഭിച്ചു പ്രേക്ഷകരെ. അങ്ങനെ അരമണിക്കൂർ. ഇനി ആരെത്തും? അൽ മദീനയോ അതോ പടനയോ? ഒരു ഗോളിന് മുന്നിലേക്കാണ് കളി ആരംഭിച്ചത്. ഷഫീഖ് സ്റ്റോപ്പർ ഡക്കോയിലേക്ക്. അവിടെ വെരി ഗുഡ് ഗോൾ കീപ്പർ. വീണ്ടും മടക്കുമോ അൽ മദീന? വീണ്ടും അടിക്കുമോ നാഷണൽ ഷൂട്ടേഴ്സ് പടന? ഡക്കോ. ഡക്കോയുടെ ഷൂട്ട് ഗാലറി ഇങ്ങനെ പുറത്തേക്ക്. ഈ ഇതടിച്ചിട്ട് അവിടെ ഷഫീഖ്. സഹീർ ഷോ ഒന്ന് റീഷ. വീണ്ടും മനോഹരമായൊരു മുന്നേറ്റം. 10 നമ്പർ ജേഴ്സി സബാഹിന്റെ ഷോട്ട്. നാഷണൽ ഷൂട്ടേഴ്സ് പടന. ഗോൾ കീപ്പർ ആസ്ഫർ തട്ടിമാറ്റിൽ. വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും. 8 നമ്പർ സെയറിലെത്തി. സെയർ 8 നമ്പർ ഗോൾ കീപ്പർ ഡിഗൻ പറന്ന് പിടിച്ചു. വെരി ഗുഡ്. വീണ്ടും നല്ല മനോഹരമായ ചാൻസ് അൽ മദീന ചെറുപ്പുളശ്ശേരി. അതും കിട്ടിയ അവസരം മുതലാക്കി നാഷണൽ ഷൂട്ടേഴ്സ് പടന. അവസരങ്ങൾ പായാക്കി. ഗോൾ കീപ്പർ ഡിങ്ഹാൻ. മോട്രിച്ചിന്റെ പാസ് മിസ്. അവിടെ 5 സജിത്ത്. അവിടെ 9 നമ്പർ റാഷിദ്. കിടം ഷോട്ട്. അവിടെ സബ 14 ഷഫീഖിലെത്തി. അവിടെ അടിപൊളി പാസ് സബാഹിലേക്ക്. ത്രോ. അവിടെ അവസാന നിമിഷം ഗോള. ഓഫ്സൈഡ്. തർക്കം ഓഫാണോ അല്ലേ എന്നുള്ള തർക്കം. ഇന്നത്തെ മത്സരത്തിൽ അടിച്ച ഗോൾ ഫുട്ബോൾ നിയമപ്രകാരം കൃത്യമായി ഓഫ് സൈഡ് ആണ് എന്നുള്ള വിവരം നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതിന്റെ വ്യക്തമായ ഫുട്ബോളിന്റെ നിയമത്തിൽ നമ്മൾ മനസ്സിലാക്കാതെ പോയ ഒരു ചെറിയ കാര്യത്തിൽ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്.
ഫുട്ബോളിന്റെ നിയമത്തിൽ സെക്കൻഡ് ലാസ്റ്റ് ഡിഫൻഡറാണ് ഓഫ് സൈഡ് ലൈൻ ആയിട്ട് വരിക. അതായത് 2 താരങ്ങളാണ് ഓഫ് സൈഡ് ലൈൻ നിയന്ത്രിക്കുന്നത്. ഒരുപക്ഷെ ഗോൾ കീപ്പർ ആയിരിക്കാം, അതല്ലെങ്കിൽ 2 കളിക്കാരായിരിക്കാം. ഏതെങ്കിലും 2 താരങ്ങൾ ഡിഫൻഡ് ലൈനിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നിയമം. ഇപ്പോൾ നിലവിൽ നടന്ന ഗോൾ അടിച്ച സമയത്ത് ഒരു ടീമിന്റെ കളിക്കാരനാണ് ഓൺ ലൈനിലുള്ളത്, ഓഫ് സൈഡ് ലൈനിൽ ഒരു കളിക്കാരനാണുള്ളത്. ഗോൾ കീപ്പർ അടക്കമുള്ള ബാക്കിയുള്ള എല്ലാ താരങ്ങളും മുൻവശത്തേക്ക് ഓവർലാപ്പിലാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഒരു പ്ലെയർ മാത്രമായതുകൊണ്ട് അത് ഓഫ് സൈഡ് ആണ് എന്നുള്ള വിവരം നിങ്ങൾ അറിയിക്കുന്നു. റഫറി നിങ്ങളോട് സംസാരിക്കുന്നു. ഫുട്ബോൾ നിയമത്തിൽ സെക്കൻഡ് ലാസ്റ്റ് ഡിഫൻഡർ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് കീപ്പർ അഡ്വാൻസായി ഒരു പ്ലെയർ ആയാലും അത് ഓഫ് സൈഡ് ആയിരിക്കും. അതാണ് ഇപ്പോൾ എടുത്ത തീരുമാനം. താങ്ക് യു. ഇന്നത്തെ മത്സരത്തിൽ നിന്നും അൽമദീന ചെറുപ്പശ്ശേരി ടീം അവസാന നിമിഷത്തിൽ പിന്മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കാശ്മീർ ഷൂട്ടേഴ്സ് മത്സരത്തിൽ വിജയികളായി പ്രഖ്യാപിച്ചിരിക്കുന്നു.